ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 ആണ് വണ്ടി. നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം. പിന്നെ വണ്ടിക്ക് വൈബ്രേഷൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ചെക്കപ്പ്, ഹാൻഡിലിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യണം, ലേഡീസ് ഫുഡ് റെസ്റ്റ് മാറ്റി വയ്ക്കുക, സൈഡ് സ്റ്റാൻഡിന് ചെരിവ് ഇച്ചിരി കൂടുതൽ പറയുന്നുണ്ട്, പിന്നെ അതേപോലെ സീറ്റ് കവർ മാറ്റിയിടാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി ക്ലച്ച് സൈഡിൽ നിന്ന് നമുക്കൊരു ജർക്കിങ് സൗണ്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരു വണ്ടിക്ക് മൊത്തത്തിലൊരു കുടച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്. നമ്മൾ ബാക്ക് വീലിൻ്റെ അവിടെ തുടങ്ങി ബാക്ക് വീലിൻ്റെ ബ്രേക്ക് ലൈനർ തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈനർ പുതിയ ലൈനറാണ്, പക്ഷേ കമ്പനി ലൈനറല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് കിടക്കണേ. തൽക്കാലം നമുക്കിത് ഉപയോഗിച്ച് തീർക്കാം. നെക്സ്റ്റ് ടൈം മാറ്റിയിടുമ്പോൾ കമ്പനി ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്റർ അടക്കണേ. തന്നെയല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയും ചെളിയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെളി കയറിയതുണ്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് സൈഡ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിൽ നമുക്ക് കംപ്ലയിൻറ്റ്സ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിനകത്ത് നിലവിൽ ഈ കാണുന്ന വീലൊക്കെ പുതിയതിട്ടാണ്. ഈ വീല് പുതിയതാണ് കിടക്കണേ, ഈ റോളറൊക്കെ പുതിയതാണ് കിടക്കണേ. പക്ഷേ പ്രോബ്ലം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് പഴയത് തന്നെ ഇട്ടു ഇടുന്നത്. അതിന് തേമാനമുള്ളത് ഇതിന് ഇത്ര തേമാനം വന്നേക്കാം. അപ്പോൾ പഴയത് ഇട്ടത് കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ പുതിയ ഇട്ട വീലും കൂടി പോയി. അപ്പോൾ നമുക്ക് ഇപ്പം ഈ വീല് ഒരു പ്രാവശ്യം മാറ്റി നിങ്ങൾ ഒരുപാട് ആയിട്ടില്ലാന്ന് തോന്നുന്നു. കാഴ്ചയിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇത് മാറ്റി ഇനി പുതിയത് ഇടണം. ആ കൂട്ടത്തേക്കൂടെ ഈ ബോസ് ഡ്രൈവും കൂടി മാറ്റിയിട്ടാലാണ് അത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ കുറേ ഓടുമ്പോൾ വീണ്ടും വീണ്ടും ഡാമേജിലേക്ക് വരും. ഈ റോളർ സെറ്റിന് ചെറിയൊരു ഐഡിയൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ തൽക്കാലം നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ക്ലച്ച് ഷൂ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈറ്റ്. അതിനകത്ത് അങ്ങോട്ട് നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇതുകൊണ്ട് വിടർന്ന് വരണം. അതൊന്നുമില്ല, ഫുൾ സ്റ്റക്കായിപ്പോൾ ഞാൻ പിടിച്ച് വലിച്ചെനിക്ക് ഒരു അവസ്ഥയിലേക്ക് ആക്കി വെച്ചാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ആ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഇടണം. അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, നിലവിൽ വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ. ഈ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ ശ്രദ്ധിച്ചാൽ പൊട്ടൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബെൽറ്റ് മാറ്റി കളയാനാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ കൂട്ടത്തിലാണെങ്കിൽ ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ വരുള്ളൂ. നേരെ മറിച്ച് നമുക്കിപ്പോൾ ബെൽറ്റ് എങ്ങാനും പൊട്ടിപ്പോയാൽ പിന്നെ അഡീഷണൽ ചിലവാണ്. പിന്നെയും പണിക്കാശ് കൊടുത്ത് ഇതിൻ്റെ ലേബർ ചാർജും പാർട്സിൻ്റെ കൂടി വീണ്ടും നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും പൊട്ടിയിരിക്കുകയാണ്, കൈയോടെ മാറ്റി പോകണമെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ കാർബറേറ്റർ അസംബ്ലി പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നും കാണുന്നില്ല. നോക്കുമ്പോൾ അത് അത്യാവശ്യം ക്ലീൻ ചെയ്തേക്കണമൊക്കെ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാർബറേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, നമ്മളത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 500-550 നമുക്ക് ചിലവ് തന്നെ കേസാണ്. അപ്പോൾ തൽക്കാലം വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ആ രീതിയിൽ തന്നെ നമുക്ക് നിലനിർത്താം. എഞ്ചിൻ ഹെഡിൻ്റെ അവിടെയും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഫുഡ് റെസ്റ്റ് മാർജിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് കൂടുതൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി പറയാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ ലോഡായി തുടങ്ങിയിട്ടുണ്ട്. വെറുതെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കാണ്, റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ആ അഴിച്ച് ബ്രേക്ക് അഡ്ജസ്റ്റിങ് നിസ്സാരം കൂടി ഉള്ളൂ. ഞാനത് അഴിച്ച് നോക്കിയിട്ട് ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചിടാനാണ്. അതിന് ശേഷം അഴിച്ച് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ഏകദേശം പകുതി കൂടുതലായിട്ട് നമ്മൾ ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് മാർക്കിങ്ങിലേക്ക് വന്നുണ്ട്. അപ്പോൾ ലൈനറും കേബിളും കൂടി മാറ്റിയിടാണ് ഏറ്റവും സേഫ് അതാണ് കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം. ഫ്രണ്ട് ടയറിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം കൂടുതൽ കാണുന്നുണ്ട്. നിലവിൽ നോർമൽ സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് ഉള്ളതാണ് കേട്ടോ. ഇത് മേജർ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നണമൊന്നുമില്ല. ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് കാര്യങ്ങൾ ഷോക്കിൻ്റെ ആക്ഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തേക്കാം. ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്കിത് ഇരിക്കണ ബാറ്ററി SF സോണിക്കിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 12.95 റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ലോഡ് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ 8.92. അപ്പോൾ ബാറ്ററി മോശമൊന്നും പറയാനില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിടണം. പ്ലഗ് വലിയ പഴക്കമുള്ള പ്ലഗ് അല്ല. പ്ലഗ് നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തിടാം. എയർ ഫിൽറ്റർ എന്തെങ്കിലും മാറ്റിയിടണം കേട്ടോ. അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞ് ഈ അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഓയിലിൻ്റെ അളവ് കളറ് മോശം ആയിട്ടൊരു തീരെ മോശമൊന്നുമല്ല, പക്ഷേ അളവും കുറവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട, എഞ്ചിൻ ഓയിൽ മാറ്റി പുതിയത് ഫില്ല് ചെയ്യണമാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ സീറ്റ് കവർ മാർനേഴ്സൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും കൂടി വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പിലൊന്ന് റിപ്ലൈ ഇട്ടേരാം കേട്ടോ. വണ്ടി കയറിയപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണേ. അപ്പോൾ എന്തായാലും പിന്നെ ബാക്കി നാളെ രാവിലെയാണ് വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.